നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആ വലിയ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രം. നാളെ കൂടി കഴിയുമ്പോൾ കേരളം ആര് ഭരിക്കുമെന്നറിയാം. എല്ലാം റെഡിയെന്ന് അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും പ്രതീക്ഷയോടൊപ്പം വലിയ ചങ്കിടിപ്പിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളുമെല്ലാം. വോട്ടെണ്ണൽ ദിനം ആകാംക്ഷ ഒട്ടും ചോരാതെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും റെഡിയായി കഴിഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇന്നുമുണ്ട്. ഇന്നത്തെ വാർത്തകൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആകാംക്ഷയോടെ കേരളം. സംസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതീക്ഷയോടെ മുന്നണികൾ. ബിജെപിയും തൃണമൂലും കടുത്ത പോരാട്ടം നടന്ന ബംഗാളിൽ വിജയം ആർക്കൊപ്പമെന്നറിയാനുള്ള കാത്തിരിപ്പിൽ രാജ്യം. എക്സിറ്റ് പോളിൽ പ്രതീക്ഷയർപ്പിച്ച് ബിജെപി. സംസ്ഥാനം കൈവിടില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തൃണമൂൽ. പശ്ചിമ ബംഗാളിൽ പരാതി ഉയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. പാചകവാതക വിലയിൽ പൊറുതിമുട്ടിയ ഹോട്ടലുകൾ. വില കൂട്ടിയതോടെ ചെറിയ ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ. വില കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ. ബുധനാഴ്ച കടയടച്ച് പ്രതിഷേധിക്കും. യൂറോപ്യൻ യൂണിയന് മേൽ അധിക തീരുവ ചുമത്താനുള്ള നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. ട്രക്കുകളുടെയും കാറുകളുടെയും താരിഫ് 25% കൂട്ടും. തീരുമാനം യൂണിയൻ വ്യാപാര കരാർ പാലിക്കാത്തത് കൊണ്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. താരിഫ് അടുത്ത ആഴ്ച മുതൽ പ്രാബല്യത്തിലാകും. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ ചാവക്കാട് ഇടിമിന്നലേറ്റ് ചുമരിടിഞ്ഞു വീണ് 3 പേർക്ക് പരിക്ക്. വേനൽ മഴ എത്തിയതോടെ ചൂടിനാശ്വാസം. വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞു. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ്. KL രാഹുലിനും പത്തും നിസംഗയ്ക്കും അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. ജനവിധി അറിയാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നെഞ്ചിടിപ്പിലാണ് മുന്നണികൾ. ആത്മവിശ്വാസവും ആശങ്കയും ഒക്കെ ഒരുപോലെ തന്നെയുണ്ട്. എക്സിറ്റ് പോളിന്റെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരെ തീരുമാനിക്കുന്ന ചർച്ചകളും ഒക്കെ സജീവമായി കഴിഞ്ഞു. എന്തായാലും നമുക്ക് വിശദമായി തന്നെ ഈ ഒരു ഒരുക്കങ്ങളും പ്രതീക്ഷകളും ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലിഡ് ഡിസൂസയും എറണാകുളത്ത് നിന്ന് അശ്വതിയും കോഴിക്കോട് നിന്ന് രേഷ്മയും ചേരുന്നുണ്ട്. എന്തായാലും ഞാൻ ആദ്യമായി പോകുന്നത് അൺഫിലിറ്റിലേക്കാണ്. അൺഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സാക്ട് പോളിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. സ്വാഭാവികമായും ഇപ്പോൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ കോൺഗ്രസിൽ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും മൊത്തത്തിലുള്ള ഒരു പ്രതീക്ഷകളും കാത്തിരിപ്പും ആത്മവിശ്വാസവും ഒക്കെ എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ എക്സിറ്റ് പോളിൽ നിന്ന് എക്സാക്ട് പോളിലേക്ക് അറിയാൻ വെറും 2 ദിവസം മാത്രമാണ്. 48 മണിക്കൂർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇന്നുകൂടി കഴിയുകയാണെങ്കിൽ ഒരു ഒറ്റ ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുന്നണികളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള നെഞ്ചിടിപ്പില്ല. ആത്മവിശ്വാസമൊക്കെ അതുപോലെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ഈ സമയം അതിക്രമിച്ച് മണിക്കൂറുകളിലേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും 3 മുന്നണികൾക്കും ഒരുപോലെ തന്നെയാണ് നെഞ്ചെടുപ്പും അതോടൊപ്പം തന്നെ ആശങ്കയും ഒക്കെ തന്നെ. ഈ കാരണം ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ എക്സിറ്റ് പോളുകളുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ UDF ഒരു മേൽക്കൈ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും മികച്ച ഒരു ഭൂരിപക്ഷമൊന്നും തന്നെ ഒരു മുന്നണികളും ഒരു എക്സിറ്റ് പോളുകളും പറയുന്നില്ല. ഒപ്പം തന്നെ LDF അധികാരത്തിൽ വരില്ല, LDF പ്രതിപക്ഷത്താണ് എന്ന് പറയുമ്പോഴും ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു ശരാശരി നോക്കുമ്പോൾ ഒരു അമ്പേ പരാജയം, അതായത് എക്സിറ്റ് പോളുകളുടെ കണക്കുകളുടെയൊക്കെ ഒരു ശരാശരി നമ്മൾ നോക്കുമ്പോൾ അമ്പേ പരാജയം അല്ലെങ്കിൽ പൂർണ്ണമായൊരു തോൽവി LDF ഏറ്റുവാങ്ങുന്നു എന്ന് ഒരു എക്സിറ്റ് പോൾ പോലും പറയുന്നില്ല, ശരാശരി കണക്കുകൾ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി ഈ അവസാന നിമിഷം വരെയും ആ ഒരു ആത്മവിശ്വാസം അവർ കൈവിടുന്നതേയില്ല. കാരണം ഇപ്പോഴും ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് LDF ഭരണത്തിൽ വരും, ഭരണ തുടർച്ചയുണ്ടാകുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. ഇടതുമുന്നണി ക്യാമ്പുകളിലൊന്നും തന്നെയും അടുത്ത മുഖ്യമന്ത്രി ആര് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്ന ചർച്ചകളിലേക്ക് അവർ കടന്നിട്ടില്ല. അതായത് പ്ലാൻ ബി പ്രതിപക്ഷത്ത് വരുവാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ള ചർച്ചകളിലേക്ക് പോലും അവർ കടന്നിട്ടില്ല. കാരണം അവരിപ്പോഴും ആ ഒരു ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ്.
മറുഭാഗത്ത് കോൺഗ്രസ് UDF ആണെങ്കിൽ അത് ഈ പോളിംഗ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ കാണുന്നു ഏറെക്കുറെ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ആ ചർച്ചകളും തർക്കങ്ങളും പോരുകളും ഒക്കെ ഒരു പരിധി വിട്ട് അത് വരുമ്പോഴൊക്കെ തന്നെ ലംഘിച്ച് ഈ അണികളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്പരം പോർവിളികൾ നടത്തുന്ന രീതിയിൽ പോലും കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അത് കോൺഗ്രസിന്റെ ഒരു പൂർണ്ണമായും ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അവർ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മൂവരും തമ്മിൽ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ കൃത്യങ്ങളാണ് രമേശ് ചെന്നിത്തല പക്ഷവുമായാലും ഒപ്പം തന്നെ KC പക്ഷവുമായാലും 3 പേരും വലിയ രീതിയിലുള്ള ചരടുവലികൾ അവസാന മണിക്കൂറുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പറയേണ്ടത്. കാരണം കൃത്യമായ ആരൊക്കെയാകും ഏതൊക്കെ MLA-മാരാകും ജയിച്ചു വരിക എന്നതിനനുസരിച്ച് MLA-മാരെ വെച്ച് കരുനീക്കങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല ഹൈക്കമാൻഡിൻ്റെ ഒരു പിന്തുണയോടുകൂടി KC ആയിരിക്കും വരിക എന്ന രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച അവരുടെ ക്യാമ്പുകളിൽ തന്നെ നടക്കുന്നു. അതേസമയം സതീശനാണെങ്കിൽ 5 വർഷം പ്രതിപക്ഷ നേതാവായി ഒരു ഉണർവിന്റെ പാതയിലേക്ക് ഇത്രയേറെ ഉയർത്തെഴുന്നേൽപ്പിന് കോൺഗ്രസിനെ കൊണ്ടുവന്നതിന് പിന്നിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണെന്ന രീതിയിൽ സതീശൻ ക്യാമ്പുകളും വലിയ രീതിയിലായി ഇതൊക്കെ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ നടക്കുന്ന ക്യാമ്പയിനുകളാണ്. അതാണ് കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ലീഗിനെ പോലെയുള്ള ഘടകകക്ഷികൾ അഭിപ്രായം പറയുമ്പോൾ അതും ചെറിയ അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം VD സതീശനെ ലീഗ് പിന്തുണയ്ക്കുമ്പോൾ അതങ്ങനെയല്ല, ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് മറുവശത്ത് ചെന്നിത്തല പക്ഷവും അതുപോലെ തന്നെ KC പക്ഷവും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും അടിയും ബഹളവും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഘടകകക്ഷികൾ വലിയ രീതിയിൽ ഇതിനകത്ത് അഭിപ്രായം പറയുന്നതിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നത് UDF-ൽ എല്ലാ കാലത്തും അഭിപ്രായം പറയുന്ന ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് അല്ലാതെ മറ്റാരുമല്ല. കാരണം ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് ലീഗ് തന്നെയാണ്. ലീഗിനുള്ള അധികാരവും സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ട്. കാരണം അത്രയേറെ ശരാശരി വോട്ടിംഗ് ശതമാനമൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായും മുസ്ലിം ലീഗിന് ഈ 3 നേതാക്കന്മാരുടെ ചർച്ചകളൊക്കെ ഉയർന്നു വന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ നിശബ്ദത പാലിച്ചിരുന്ന മുസ്ലിം ലീഗ് ഏറ്റവും ഒടുവിലൊക്കെ ആയപ്പോൾ ചർച്ചകളൊക്കെ അതിരുവിടുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ അതൃപ്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഘടകകക്ഷികളിലും പ്രത്യേകിച്ച് ലീഗിനുള്ളിൽ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ഈ രീതിയിൽ കോൺഗ്രസ് പരസ്പരം കലഹിക്കുന്നത് ശരിയല്ല, അത് അവമതി വോട്ടർമാർക്കിടയിൽ ഉണ്ടാകും, അണികൾക്കിടയിൽ ഉണ്ടാകും എന്നൊക്കെ താക്കീത് മുന്നറിയിപ്പൊക്കെ അവർ നൽകിയെങ്കിൽ പോലും പരസ്യമായൊക്കെ തന്നെ അവർ വിയോജിപ്പ് പറഞ്ഞെങ്കിൽ പോലും അവസാന ലാപ്പാകുമ്പോൾ കാരണം ഈ എക്സിറ്റ് പോളുകൾ കൂടി വന്നതോടുകൂടി വലിയ രീതിയിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF-ഉം ഘടകകക്ഷികളൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെയും അവർ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരു ആനുകൂല്യം കൊടുക്കുന്ന രീതിയിലൊക്കെ ചില പ്രതികരണങ്ങൾ ലീഗിന്റെ നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ പോലും നടക്കുമ്പോൾ അത് KC പക്ഷത്തിലായാലും ചെന്നിത്തല പക്ഷത്തിലായാലും വലിയ രീതിയിൽ വിയോജിപ്പാണ്. കാരണം ഒരു ഘടകകക്ഷിയാണ് അവർ. ഈ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഒരാളെ മാത്രം ഉയർത്തിക്കാട്ടുന്നു എന്ന രീതിയിലുള്ള ഒരു അതൃപ്തിയാണ് മറ്റു നേതാക്കന്മാരും അവരുടെ അനുയായികളും ഒക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളൊക്കെ ഈ അഭിപ്രായം വലിയ രീതിയിൽ പറയുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന രീതിയിൽ മുസ്ലിം ലീഗിന് ഏറ്റവും നിർണായകമായ ശക്തി തന്നെയാണ്. മുസ്ലിം ലീഗിന് ഒരു ഡിസൈഡിംഗ് ഫാക്ടർ കൂടിയാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു അവസരം വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ലീഗിന് ഏറ്റവും ആദ്യമേ തന്നെ ലീഗിന്റെ അഭിപ്രായമൊക്കെ തുറന്നു പറയുമ്പോൾ അത് നിർണായകമായി മാറുമെന്നും കൃത്യമായി തന്നെ മറ്റു ചേരികൾക്കൊക്കെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തുടക്കമെന്ന ലീഗ് ഇപ്പോഴേ അഭിപ്രായം പറയുന്നതിനോടുള്ള വിയോജിപ്പൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ അവസാന മണിക്കൂറുകളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ചർച്ചകളെ അണിയറയിൽ നടക്കുന്ന നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നതിനോടൊപ്പം തന്നെയും വളരെ സജീവമായി മന്ത്രിസഭകൾ രൂപീകരിക്കുന്ന മന്ത്രിമാരെ ആരൊക്കെയാകുമെന്ന ചർച്ചകളും വളരെ സജീവമായി അണിയറയിൽ നടക്കുന്നു. 21 മന്ത്രിമാരുണ്ടാകും. ഈ ക്യാബിനറ്റിൽ വരുന്നത് ആരൊക്കെയാകും, സ്പീക്കർ ആരൊക്കെയാകും, സ്പീക്കറെ എങ്ങനെ തിരഞ്ഞെടുക്കണം, ആരാകും എന്ന ചർച്ചകൾ വരെ കോൺഗ്രസിനുള്ളിൽ വളരെ സജീവമായി നടക്കുകയാണ്. ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ എണ്ണം കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും കോൺഗ്രസിൽ മന്ത്രിമാരുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ കാരണം നമുക്കറിയാം മുൻതവണയേക്കാൾ അപേക്ഷിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പ്രമുഖരായ നേതാക്കന്മാർ ജയിച്ചു വരുന്ന MLA-മാരൊക്കെ മുതിർന്ന നേതാക്കളാണ്. തീർച്ചയായും എന്തായാലും നമുക്ക് അൺഫിൽട്ടർ വാചാലയാവുകയാണ്. കാരണം സ്വാഭാവികമായും ഇലക്ഷനാണ്, ആ ഒരു ആവേശം എല്ലാ റിപ്പോർട്ടേഴ്സിനും ഉണ്ടാകും. എന്തായാലും നമുക്ക് മധ്യ കേരളത്തിലെ ഒരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുക മധ്യ കേരളം തന്നെയായിരിക്കും. വിവരങ്ങൾ നൽകാൻ അശ്വതിയാണ് ചേരുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ UDF ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത് മധ്യ കേരളത്തിലാണ്. പ്രത്യേകിച്ച് VD സതീശൻ മുഖ്യമന്ത്രി പദം നോട്ടം ഇട്ടുകൊണ്ടിരിക്കുന്ന VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾക്കൊള്ളുന്ന മധ്യ കേരളം.
അപ്പോൾ അവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, പ്രതീക്ഷകൾ എങ്ങനെയാണ്, മൊത്തത്തിലുള്ളൊരു ആവേശം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജ. എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് മധ്യകേരളം നേരിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആണ് എന്ന് ഉയർത്തിക്കാണിക്കുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, അതൊക്കെ തന്നെയാണ് മധ്യകേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ മധ്യകേരളത്തിൽ ഒട്ടും പുറകോട്ട് പോകാൻ സാധിക്കില്ല യു ഡി എഫിന്. അത് അങ്ങനെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ബാധിക്കുന്നത് വി ഡി സതീശനെ തന്നെയായിരിക്കും. എന്തായാലും മധ്യകേരളം നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ല ആണ് വലിയ തോതിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ജില്ല തന്നെയാണ്. 14 സീറ്റിൽ 12 സീറ്റും യു ഡി എഫ് തന്നെയാണ് ഇവിടെ നേടിയിട്ടുള്ളത്. അത് ഇത്തവണയും നിലനിർത്തും എന്നതാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ മറ്റ് 2 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നും യു ഡി എഫ് നോക്കുന്നു. അതിൽ പക്ഷേ ഈ 14ൽ 12 സീറ്റ് എന്ന് പറയുമ്പോൾ ഈ 2 സീറ്റ് എൽ ഡി എഫ് നേടുന്നത് നേരത്തെ കളമശ്ശേരിയും അതുപോലെ തന്നെ കൊച്ചിയുമാണെങ്കിൽ അത് ഇത്തവണ തൃപ്പൂണിത്തുറയാകുമോ എന്നുള്ള ഒരു ചില കണക്കുകൂട്ടലൊക്കെ അവസാന മണിക്കൂറുകളിലേക്ക് വരുന്നുണ്ട്. അവിടെ കെ എൻ ഉണ്ണികൃഷ്ണൻ ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ നിലവിലത്തെ ഒരു കണക്ക് കൂട്ടൽ. കാരണം തൃപ്പൂണിത്തുറ മണ്ഡലം ആകെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ തോതിൽ, അതായത് പള്ളുരുത്തിയ ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ എൽ ഡി എഫിന് മേൽക്കൈയുള്ളതാണ്. നമ്മൾ ഇതുവരെയുള്ള ഒരു ഈ തെരഞ്ഞെടുപ്പ് വരെ, പോളിംഗ് വരെയുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ ബി ജെ പിക്ക്, എൻ ഡി എക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് എന്ന് പറയുമ്പോൾ പോലും അത് ആ ഒരു തൃപ്പൂണിത്തുറ നഗരസഭാ മേഖലകളിൽ മാത്രമാണ്. മാത്രമല്ല അത് ഘടകകക്ഷിയായിട്ടുള്ള 2020ക്കാണ് ഇത്തവണ സീറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മന്ത്രി മത്സരിക്കുന്നത്, മന്ത്രി പി രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി മാറിയിട്ട് അത് തൃപ്പൂണിത്തുറ എൽ ഡി എഫിന്റെ മണ്ഡലമായി വരുമോ എന്നതാണ് ഇത്തവണ. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് എൽ ഡി എഫ് ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ, മധ്യകേരളത്തിന്റെ മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മധ്യകേരളം യു ഡി എഫ് തരംഗമാണ്, കോൺഗ്രസിന്റെ ആണ് എന്ന് പറയുമ്പോൾ പോലും മുൻ വർഷത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, അതായത് മുൻ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂരും പാലക്കാടും ഒക്കെ, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ ആലപ്പുഴയൊക്കെ വലിയ രീതിയിൽ എൽ ഡി എഫിന് ഒപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എൽ ഡി എഫിന് വലിയ വേരോട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിൽ വലിയ പ്രതീക്ഷ എൽ ഡി എഫ് അർപ്പിക്കുന്നുണ്ട്. തങ്ങൾക്കൊപ്പം തന്നെ ആ ട്രെൻഡ് തുടരുമെന്നതാണ് എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ. ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണെങ്കിൽ പിന്നീട് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സീറ്റുകൾ എന്ന് പറയുന്നത് എൻ ഡി എയുടെ വലിയ പോരാട്ടം നടക്കുന്നതാണ്. അതൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് പാലക്കാടുമാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന്, കേരളത്തിൽ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് എൻ ഡി എ വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ മധ്യകേരളത്തിൽ 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് പാലക്കാടുമാണ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ തോറ്റുപോയത് നിസ്സാര വോട്ടിനാണ്. അതുകൊണ്ട് ഇത്തവണ എൻ ഡി എയുടെ വോട്ട് കൂടി ചേരുമ്പോൾ ജയിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു വലിയ വോട്ട് വിഹിതം മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമോ എന്നുള്ള കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ പാലക്കാട്, അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണോ രമേശ് പിഷാരടിയാണോ, ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ അവസാന നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ട നാടകീയമായിട്ട്, ഇത് പോളിംഗിന് തൊട്ട് മുൻപായി ഉണ്ടായിട്ടുള്ള നാടകീയമായ രംഗങ്ങൾ, ഇതൊക്കെ ഏത് രീതിയിലാണ് വോട്ടായിട്ട് മാറുക എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എവിടെയൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടായി, മാത്രമല്ല നമ്മൾ എത്രയൊക്കെ നേതാക്കൾ പ്രസംഗിച്ചാലും, എത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരവുകൾ, അതായത് യു ഡി എഫ് വിട്ടുപോകുന്നു, എൽ ഡി എഫ് വിട്ടുപോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ജനങ്ങളുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് ഒരു ഘട്ടത്തിലെങ്കിലും പ്രവചനാതീതം തന്നെയാണ്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചില കൂട്ടിക്കിഴിക്കലുകൾ ഒക്കെ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ആലപ്പുഴയിൽ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം, അതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അങ്ങനെ ഈ വലിയ പോരാട്ടം നടക്കുന്ന പ്രധാനപ്പെട്ട 1-2 മണ്ഡലങ്ങൾ ഈ മധ്യകേരളത്തിലുണ്ട്. അത് അവിടെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും മൊത്തത്തിൽ മധ്യകേരളത്തിൽ ആര് മുന്നേറിയാലും ഈ ചില മണ്ഡലങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ കോട്ടയത്ത് പൂഞ്ഞാറിൽ പി സി ജോർജ് എത്രത്തോളം വോട്ട് പിടിക്കും, പി സി ജോർജിന്റെ വോട്ട് എൽ ഡി എഫിനോ യു ഡി എഫിനോ അനുകൂലമാകുമോ പ്രതികൂലമാകുമോ, അതൊരു വലിയ വിജയത്തിന്റെ ഒരു ഫാക്ടർ ആകുമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെയുള്ള വോട്ടിംഗ് ശതമാനം എങ്ങനെയായിരിക്കും, ആരൊക്കെ വിജയിക്കും, ഇതൊക്കെ തന്നെയാണ്. അതുപോലെ മലയോര മേഖല, ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ മലയോര മേഖലകളിൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം
കാലം നിരവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വന്യജീവികളുടെ ആക്രമണം അത് വലിയ ചർച്ചയായിരുന്നു. അത് ഈ 5 കൊല്ലവും അല്ലെങ്കിൽ 10 കൊല്ലവും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അത് മലയോര മേഖലയിൽ സാധാരണഗതിയിൽ LDF-നൊപ്പം നിൽക്കാറുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങളുണ്ട്. പട്ടയ വിതരണങ്ങളിൽ ചിലത് നടന്നിട്ടുണ്ട് എങ്കിലും അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിജയം കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളിലോട് അടുത്ത് നിൽക്കാനായിട്ട് CPM-ന് അല്ലെങ്കിൽ CPI-ക്ക് വളരെ സ്വാധീനമുള്ള മേഖല ഒപ്പം LDF-ന് മൊത്തത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് കണ്ടറിയണം. കാരണം അവിടെ ഒരു UDF അല്ലെങ്കിൽ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു തരംഗം ഉണ്ടാകും എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പല സീറ്റുകളിലും ആവർത്തിക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഏത് തരത്തിലാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ എത്ര എക്സിറ്റ് പോൾ വന്ന് എങ്കിലും ഇവിടുത്തെ ഈ ഒരു ഫാക്ടറുകളൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അവരുടെ അഭിപ്രായത്തിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വോട്ടായിട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അവസാന മണിക്കൂറുകൾ ചങ്കിടിപ്പോട് തന്നെയാണ് പല മണ്ഡലങ്ങളിലും. തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ അവസാന മണിക്കൂറുകളിൽ ദിവസങ്ങൾ മാത്രം 2 ദിവസം മാത്രമാണ് ബാക്കി. ആ ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ട്. എന്തായാലും നമുക്ക് മലബാറിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. രേഷ്മ ചേരുകയാണ്. രേഷ്മ, മലബാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം ഉൾപ്പെടുന്ന മലബാർ, അവിടെ UDF തരംഗം ഉറപ്പിക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകളൊക്കെ വന്നത്. എന്തായാലും കോഴിക്കോട് 8 മുതൽ 10 സീറ്റ് വരെ UDF-ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് UDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നുവെങ്കിൽ കൂടി എക്സിറ്റ് പോളിൽ കാര്യമില്ല, തുടർഭരണം ഇത്തവണ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന LDF ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും അവിടെ BJP-യും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മലബാർ മേഖലയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. LDF-ന് കനത്ത ആത്മവിശ്വാസം തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ വന്നപ്പോൾ അത് UDF-ന് അനുകൂലമെന്നത് LDF ക്യാമ്പിന് കനത്ത നിരാശയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് മലബാറിൽ തന്നെ അറിയാം, ബേപ്പൂരിൽ ഒരു VIP മണ്ഡലമാണ്. ബേപ്പൂരിൽ വൻ മത്സരമാണ് നടന്നത്. ഇവിടെ അൻവർ നല്ല ആത്മവിശ്വാസമായിരുന്നു കഴിഞ്ഞ ദിവസം പോലും പ്രകടിപ്പിച്ചിരുന്നത്. അതായത് താൻ ജയിച്ചു കഴിഞ്ഞാൽ, താൻ തോറ്റു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ മൊട്ടയടിച്ച് കമ്മലിട്ട് ഞാൻ മാനാഞ്ചിറയിലൂടെ നടക്കുമെന്നുള്ള തരത്തിലായിരുന്നു അൻവർ ബേപ്പൂരിൽ വെല്ലുവിളി നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ PA മുഹമ്മദ് റിയാസ് പ്രതികരിക്കുകയുണ്ടായി. എക്സിറ്റ് പോളിലല്ല, എക്സാറ്റ് പോളിലാണ് LDF വിശ്വസിക്കുന്നു എന്ന തരത്തിലായിരുന്നു PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മാത്രമല്ല, നേരത്തെയുള്ള പ്രവചനങ്ങളെല്ലാം മലബാറിൽ തെറ്റായിരുന്നു വന്നിരുന്നത്. ബേപ്പൂരിൽ റിയാസ് നേരത്തെ 2021 തോൽക്കുമെന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോളുകളായിരുന്നു വന്നിരുന്നത്. പക്ഷെ മികച്ച ഭൂരിപക്ഷത്തോടെയായിരുന്നു PA മുഹമ്മദ് റിയാസ് ഈ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. ഈ ഒരു കാരണം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയാണ് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതേസമയം നമുക്കറിയാം, മലപ്പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ അത് UDF-ന് തന്നെ അനുകൂലമായ മണ്ഡലമാണ്. എക്സിറ്റ് പോളും അനുകൂലമായി തന്നെയാണ് വന്നിരിക്കുന്നത്. പൊന്നാനി ഒഴിച്ചുള്ള മറ്റു മണ്ഡലങ്ങളിൽ UDF തന്നെയായിരിക്കും വിജയിച്ചു കയറുക എന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്തേക്ക് നമുക്ക് കടക്കുമ്പോൾ അറിയാം, ഇത്തവണയും മഞ്ചേശ്വരത്ത് BJP-യുടെ മോഹം പൂവണിയില്ല എന്നുള്ള ഒരു എക്സിറ്റ് പോളാണ് വന്നിരിക്കുന്നത്. പക്ഷേ BJP അവിടെ ഭൂരിപക്ഷം കൂട്ടും എന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളും ചില ഇടത്തിൽ നിന്നുണ്ടായി. നമ്മുടെ കണ്ണൂരിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കറിയാം, കണ്ണൂരിൽ വിമതരെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വിമതരെ ഉപയോഗിച്ചുകൊണ്ട് സീറ്റ് നേടാമെന്നായിരുന്നു UDF-ന്റെ ആത്മവിശ്വാസം. അതേസമയം വിവാദങ്ങളുണ്ടായി. നമുക്കറിയാം, പാർട്ടിയുടെ ഫണ്ട് ക്രമക്കേടിൽ കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തന്നെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത TK ഗോവിന്ദന്റെ രാജി, തുടർന്നുള്ള മത്സരം, ഇതെല്ലാം തന്നെ CPM-നെ ഉലച്ചിരുന്നു. പക്ഷേ ഇവിടെ തന്നെ വോട്ട് മറിയില്ലെന്നുള്ള തരത്തിലാണ് നമുക്ക് എക്സിറ്റ് പോളും വന്നിരിക്കുന്നത്. വയനാട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ വയനാട്ടിൽ UDF-ന് മാത്രമാണ് അനുകൂലമെന്നുള്ള എക്സിറ്റ് പോളുകളാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെ ആത്മവിശ്വാസം UDF-ന് ഉയർത്തിയിരിക്കുന്നു. അതേസമയം ഈ എക്സിറ്റ് പോളിൽ കാര്യമില്ലെന്ന തരത്തിൽ തന്നെയാണ് CPM നേതാക്കൾ ഉൾപ്പെടെ LDF നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. മലബാറിൽ തന്നെ നമുക്കറിയാം, 13 സീറ്റുകൾ തന്നെ, നേരത്തെ 2 സീറ്റുകൾ മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്. ഇത്തവണ അത് എക്സിറ്റ് പോളുകൾ വരുമ്പോൾ 8 മുതൽ 11 സീറ്റ് വരെ UDF-ന് ലഭിച്ചേക്കുമെന്നുള്ള എക്സിറ്റ് പോളുകൾ ഉണ്ടായി. പക്ഷേ ഇത് വെറും പ്രവചനം മാത്രമാണെന്നും മലബാറിൽ ഇത്തവണയും
LDF തന്നെയായിരിക്കും മുൻതൂക്കമെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ എല്ലാ മണ്ഡലത്തിലും ജയിച്ചു കയറുമെന്നുള്ള ആത്മവിശ്വാസമാണ് LDF ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. PM മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബേപ്പൂർ പോലെ തന്നെയാണ് നമുക്ക് നേരത്തെ വിവാദമുണ്ടായിരിക്കുന്ന മണ്ഡലമായ പേരാമ്പ്രയിൽ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ വിവാദമായിരുന്നു. ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ LDF ഒരിക്കലും ആത്മവിശ്വാസം കൈവിടുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജ, കേരളത്തിലെ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി പശ്ചിമ ബംഗാളിലേക്കാണ് നമ്മൾ പോകുന്നത്. സർവ്വസന്നാഹവും ഉപയോഗിച്ച് BJPയും തൃണമൂലും കടുത്ത പോരാട്ടം നടന്ന ബംഗാളിൽ ആര് വിജയം നേടുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. നിലവിൽ 77 സീറ്റുകൾ മാത്രമുള്ള BJPക്ക് തൃണമൂൽ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചാൽ മാത്രമേ എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയ അട്ടിമറി വിജയം സാധ്യമാകൂ. അതേസമയം വോട്ട് ബാങ്ക് കൈവിടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. നിലവിൽ വോട്ടെടുപ്പ് നടന്ന 5 ഇടങ്ങളിൽ ഏറ്റവും കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടന്നൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അക്ഷരാർത്ഥത്തിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നടന്ന ജീവൻ മരണ പോരാട്ടം. ഈ പോരാട്ടത്തിൽ ബംഗാളിന്റെ മനസ്സ് കീഴടക്കി ആര് വിജയിക്കുമെന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ 2 എണ്ണം ഒഴികെ എല്ലാ ഏജൻസികളും ബീഹാറിൽ BJPയുടെ അട്ടിമറി വിജയം പ്രവചിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ജനവിധിയുടെ പെട്ടി തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബംഗാൾ നൽകുന്ന സൂചനകളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. വർഷങ്ങൾ നീണ്ട ഇടതു ഭരണം അവസാനിപ്പിച്ച് 2011 അധികാരത്തിലേറുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ബംഗാളിലെ ജനങ്ങൾക്ക് നൽകിയത്. പിന്നീടുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 2021 200-ലധികം മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് മമതാ ബാനർജിയുടെ സർവാധിപത്യമായിരുന്നു കാണാനായത്. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റം വന്നു. അതിലേറ്റവും പ്രധാനം തൃണമൂൽ ഭരണം പിടിക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസും CPMഉം ഇന്ന് തീർത്തും അപ്രസക്തമാണ്. ദേശീയതയും ഹിന്ദുത്വ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബംഗാളിന്റെ മണ്ണിൽ BJP വേരുറപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടിയ BJP ഇത്തവണ കൊൽക്കത്ത ഉൾപ്പെടെ തൃണമൂലിന്റെ കോട്ടകളാണ് ലക്ഷ്യം വെച്ചത്. ഹിന്ദു വോട്ടർമാരെ പ്രത്യേകം അടുപ്പിക്കാനും പ്രചാരണത്തിൽ ശ്രദ്ധിച്ചു. കഴിഞ്ഞ തവണ വടക്കൻ ബംഗാൾ മേഖലയിൽ BJPക്കൊപ്പം നിന്ന മണ്ഡലങ്ങൾ നിലനിർത്തുകയും കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്താൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് സമാനമായി ഇത്തവണ ആദ്യമായി BJP ഭരണം പിടിക്കും. इस बार बंगाल में भी कमल खिलना तय है. अंग बंग और कलिंग इस स्त्री शक्ति का भरोसा BJP पर है. ലോകത്തിലെ തന്നെ മികച്ച നഗരമായി മാറിക്കൊണ്ടിരുന്ന കൊൽക്കത്തയുടെ ഇന്നത്തെ വികസന മുരടിപ്പും തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ പിന്നാക്കാവസ്ഥയും ഒരു മാറ്റം വേണമെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ബംഗാൾ BJPക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്ന പ്രഖ്യാപനമാണ് വോട്ടെടുപ്പിന് ശേഷവും മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയത്. ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി തനിക്കൊപ്പം നിൽക്കുമെന്നതാണ് മമതയുടെ ആത്മവിശ്വാസം. മുർഷിദാബാദും നോർത്ത് സൗത്ത് 24 പർഗാനസ് മേഖലകളുമെല്ലാം ഇത്തരത്തിൽ തൃണമൂലിനൊപ്പം നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഡബിൾ സെഞ്ചുറി അടിക്കാനായില്ലെങ്കിലും ഇത്തവണ 180ഓളം മണ്ഡലങ്ങൾ ഒപ്പം നിൽക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഒപ്പം യഥാർത്ഥ ജനവിധി അട്ടിമറിക്കാൻ BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവും മമത മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. तो आप लोगों को जानकारी है कि नेताजी इंडोर में CCTV पे हम पाए गए और बहुत सारे जगह में कि उधर में मैनिपुलेशन हो रहा है और बाहर का आदमी आके वो खुल रहा है, देख रहा है, पोस्टर डाल को इधर उधर कर रहा है. वो देखने के बाद मैंने जब
सीसीटीवी मैंने जब देखा टीवी में तो मैंने सोचा मैं भी थोड़ा देख के आऊँ। तो पहले तो सेंट्रल फोर्सेस मेरे को एंटर ही करने नहीं देते थे। രണ്ട് ഘട്ടങ്ങളിലും റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചെറിയ മാർജിനിൽ നഷ്ടപ്പെട്ട സീറ്റുകളും നഗരകേന്ദ്രീകൃത മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനായാൽ ബംഗാളിൽ BJP വിജയിച്ചു കയറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കോൺഗ്രസും CPM-ഉം വലിയ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും പഴയ പ്രതാപത്തിലേക്കോ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനോ സാധിക്കില്ല എന്നും വ്യക്തമാണ്. ഡൽഹിയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. പശ്ചിമബംഗാളിൽ പരാതി ഉയർന്ന 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. സൗത്ത് 24 പർഗനാസിലെ മഗ്രഹത് പശ്ചിം നിയമസഭാ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാകും വോട്ടെടുപ്പ്. ബൂത്തുകളിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മറച്ച ടേപ്പ് ഒട്ടിച്ച ബൂത്തുകളിലാണ് റീപോളിംഗ്. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ വിജയത്തെ ചൊല്ലി കൗതുകകരമായ പന്തയങ്ങൾ മിക്ക സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പന്തയത്തിലെ വിജയെ കാത്തിരിക്കുകയാണ് പത്തനംതിട്ടക്കാർ. UDF പ്രവർത്തകൻ ഉണ്ണി മാലയത്തും LDF പ്രവർത്തകൻ ബാബു വർഗീസുമാണ് മാറ്റുരയ്ക്കുന്നത്. തോൽക്കുന്നയാൾ മെയ് 4-ന് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ പരസ്യമായി തലമുട്ടയടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പന്തയം തോറ്റ് പകുതി മീശ കളയേണ്ടി വന്ന ബാബുവിന് ഇത്തവണത്തെ ഫലം ഏറെ നിർണായകമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് നിരവധി പേർ പന്തയം വെക്കാറുണ്ട്. അത്തരത്തിൽ പന്തയം സ്ഥിരമായി വെക്കുന്ന 2 സുഹൃത്തുക്കളാണ് എൻ്റെ ഇടതും വലതുമായി നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരാൾ LDF-ൻ്റെയും ഒരാൾ UDF-ൻ്റെയും പ്രവർത്തകരാണ്. എന്തായാലും നമ്മളൊക്കെ അവരോട് തന്നെ ചോദിക്കാം ഇത്തവണ എന്താ പന്തയം വെച്ചിരിക്കുന്നതെന്ന്. ഈ വേക്ക് LDF വന്നാൽ പുള്ളിക്കാരൻ മുട്ടയടിക്കും, UDF വന്നാൽ എൻ്റെ തലയെ മുട്ടയടിക്കും. എല്ലാ പ്രാവശ്യവും ഇത്തരത്തിൽ പന്തയം വെക്കാറുണ്ട്? അതൊക്കെ ഉണ്ട്. മുനിസിപ്പൽ ഇലക്ഷന് വെച്ച് എൻ്റെ മീശ പോയി. അപ്പോൾ ഈ വേക്ക് ഇത് നിയമസഭയ്ക്ക് വെച്ചേക്കുവാണ്. ഇത്തവണ എങ്ങനെ പന്തയത്തിൽ ജയിക്കുമോ? പന്തയത്തിൽ ജയിക്കും. LDF ഒരു 90-85 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് നമ്മുടെ വിശ്വാസം. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും എങ്ങനെയായിരിക്കും? 5 മണ്ഡലങ്ങളും LDF പിടിക്കും. അത്തരത്തിൽ തന്നെയാണോ ഈ പന്തയത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. കാരണം ഈ പ്രാവശ്യം UDF-ൻ്റെ തരംഗം തന്നെയാണ്. ഈ ദുർഭരണത്തിനെതിരെ UDF നല്ല കാഴ്ചയാണ് വെച്ചിരിക്കുന്നത്. LDF-ൻ്റെ ഭരണം പോണമെന്ന് പറഞ്ഞ് തന്നെ ഈ വിലക്കയറ്റം, അതുപോലെ ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടി ഈ ഒരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് UDF അതിശക്തമായിട്ട് തിരിച്ചു വരും. 110 സീറ്റ് കിട്ടും. പിന്നെ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും. കേരളം നല്ല ഒരു ഭരണം UDF കാഴ്ചവെക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ പന്തയം വെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ പിന്നെ LDF വരുമെന്ന് പുള്ളി പന്തയം വെച്ചു. ഞാൻ UDF അധികാരത്തിൽ വരുമെന്ന് പന്തയം വെച്ചു. ഞാൻ ജയിച്ചു. പുള്ളിയുടെ മീശ നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം പന്തയം തല മുട്ടയടിക്കുകയാണ്. പുള്ളിയും മിക്കവാറും മുട്ടയടിക്കാൻ കൂടുതൽ ചാൻസ് പുള്ളിക്കാണ്. UDF വീണ്ടും അധികാരത്തിൽ വരും. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണോ? അടുത്ത സുഹൃത്തുക്കൾ. ഏറെ കാലമായിട്ട് ഇങ്ങനെ പന്തയം വെക്കാറുണ്ടോ? പന്തയം വെക്കുന്ന ഇതിൽ രാഷ്ട്രീയപരമായിട്ട് പന്തയം വെക്കുന്ന ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അത്രയേ ഉള്ളൂ. ഇത്തവണ അദ്ദേഹം തലമുട്ടയടിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിന് 100% ഉറപ്പാണ്. ഒരിക്കലുമില്ല. എന്ന് പറഞ്ഞാൽ UDF ചെയ്ത എന്തോ വികസനം ഇവിടെ LDF കൊണ്ടുവന്ന വികസനമല്ലോ. വീണ ജോർജ് ഇവിടെ MLA ആയ പിന്നെ ഇവിടെ ജില്ലാ സ്റ്റേഡിയം, ഇവിടെ തന്നെ മേൽപ്പാലം, എന്തെല്ലാം വികസനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. UDF ഭരണകാലത്ത് തറക്കല്ലിട്ടതല്ലാതെ ആ സ്റ്റേഡിയത്തിൻ്റെ പണി തൊട്ടിട്ടില്ലായിരുന്നു. LDF വീണ ജോർജ് വന്നേ പിന്നാണ് ഇതെല്ലാം വന്നത്. ഇവിടെ ചെയ്ത വികസനം അതുപോലത്തെയാണ്. അതുകൊണ്ട് 100% ഈ 5 മണ്ഡലങ്ങളും LDF പിടിക്കും. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് UDF-ന് സാധ്യത ഒന്നും ഒരു കാര്യമില്ല. 600 രൂപ പെൻഷനിൽ കിടന്നത് 2500 ഇതുപോലെ ആരാ ചെയ്യുന്നത്? ഇവരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കാനല്ലാതെ ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. LDF കാരണം 100% മൂന്നാമതും LDF വരും. ഒരു മാറ്റവും ഇല്ല. LDF വന്നില്ലെങ്കിൽ എൻ്റെ തലയെ മുട്ടയടിക്കും. ഇരുവരും പത്തനംതിട്ടക്കാരാണ്. അടുത്ത സുഹൃത്തുക്കളാണ് ബാബുവും ഉണ്ണിയും. എന്തായാലും ഈ പന്തയത്തിൽ ഇതിൽ ആര് ജയിക്കുമെന്ന് എന്തായാലും ഫലം വരുമ്പോൾ അറിയാം. ക്യാമറമാൻ രതീഷ് മാർബിച്ചിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.
US-ഇറാൻ രണ്ടാം വെടിനിർത്തൽ ധാരണയുടെ സമയപരിധി അവസാനിക്കാനിരിക്കെ സമാധാന ചർച്ചകൾക്കായി ഇറാൻ മുന്നോട്ട് വച്ച പുതിയ നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ തീരുമാനങ്ങൾ എടുക്കാൻ സുദൃഢമായ ഭരണകൂടം ഇല്ല എന്നും 3-4 ഗ്രൂപ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഇറാന്റെ സൈനിക ശേഷി അപ്പാടെ അമേരിക്ക തകർത്തു. വെടിനിർത്തൽ ധാരണയിലെത്താതെ മറ്റൊരു പോംവഴിയും ഇറാനു മുന്നിലില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്ക അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്താത്തിടത്തോളം ചർച്ചയുടെ സാധ്യതകളില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രസ്താവിച്ചു. ചർച്ചകൾക്കായി എല്ലാ ആത്മാർത്ഥതയോടെയും ഇടപെടലുകൾ നടത്തുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫീൽഡ് മാർഷലിനെയും ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. അതിനിടെ യൂറോപ്യൻ യൂണിയന് മേൽ അധിക തീരുവ ചുമത്താനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ്. ട്രക്കുകളുടെയും കാറുകളുടെയും താരിഫ് 25% കൂട്ടും. തീരുമാനം യൂണിയൻ വ്യാപാര കരാർ പാലിക്കാത്തതുകൊണ്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇട്ടു. അടുത്ത ആഴ്ച മുതലാണ് താരിഫ് പ്രാബല്യത്തിലാകുക. തൃശൂർ ചാവക്കാട് മണത്തലയിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ ഭിത്തി തകർന്നു വീണ് 3 പേർക്ക് പരിക്കേറ്റു. അയനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ സ്മൃതി, മകൾ ജ്യോതി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉറങ്ങിക്കിടക്കുന്നതിനിടെ വീടിന്റെ ചുവർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. മൂവരുടെയും പരിക്ക് ഗുരുതരമല്ല. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട വേനൽ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമൊക്കെ സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും. താപ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ മണിയാർ ഇനി സംസ്ഥാന വൈദ്യുതി ബോർഡിന് സ്വന്തം. 30 വർഷത്തെ കരാർ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പദ്ധതി ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിട്ടു. എന്നാൽ മുന്നറിയിപ്പില്ലാതെ പവർ ഹൗസ് ബലമായി പിടിച്ചെടുത്തു എന്നാരോപിച്ച് കരാർ കമ്പനിയായ കാർബറാൻഡം യൂണിവേഴ്സൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഏറ്റെടുക്കലോടെ വൈദ്യുതി വിതരണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് KSEBിയുടെ പ്രതീക്ഷ. 1994 കമ്മീഷൻ ചെയ്ത മണിയാർ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി 30 വർഷത്തെ കരാർ കാലാവധിക്ക് ശേഷം ഒടുവിൽ KSEBിയുടെ കൈകളിലേക്ക് എത്തുന്നു. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന 12 മെഗാവാട്ട് വൈദ്യുതി കൂടി ലഭിക്കുന്നതോടെ പത്തനംതിട്ട ജില്ലയിലെ KSEBിയുടെ ആകെ ഉൽപ്പാദന ശേഷി 404 മെഗാവാട്ടായി ഉയരും. ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ് മണിയാർ പദ്ധതിയുടെ പ്രത്യേകത. ശബരിഗിരി പദ്ധതിയിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളവും ചിറ്റാർ, സീതത്തോട് വനമേഖലകളിൽ നിന്നുള്ള നീരൊഴുക്കുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കേവലം 50 പൈസയിൽ താഴെ മാത്രം യൂണിറ്റ് ചെലവുള്ള ഈ പദ്ധതിയിലൂടെ വർഷം തോറും 20 കോടിയിലധികം രൂപയുടെ അധിക വരുമാനമാണ് ബോർഡ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഏറ്റെടുക്കൽ നടപടികൾക്കെതിരെ കാർബറാൻഡം യൂണിവേഴ്സൽ കമ്പനി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ KSEB ജീവനക്കാരെ കമ്പനി അധികൃതർ തടഞ്ഞു. തങ്ങളെ അറിയിക്കാതെ ബലമായാണ് പവർ ഹൗസ് ഏറ്റെടുത്തതെന്ന് സ്വകാര്യ കമ്പനി ആരോപിക്കുന്നു. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കരാർ കാലാവധി കഴിഞ്ഞിട്ടും പദ്ധതി കൈമാറുന്നതിലെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളുമുണ്ട്. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷയം സജീവമായി നിർത്തി വിവിധ സമരപരിപാടികൾ നടത്തിയതിന്റെ ഫലമാണ് പവർ ഹൗസ് KSEBക്ക് ലഭിക്കാൻ ഇടയാക്കിയത് എന്നും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി റാവുത്തർ പറഞ്ഞു. മണിയാർ പദ്ധതി ഏറ്റെടുക്കാൻ കാണിച്ച കാലതാമസം മൂലം കോടികളുടെ നഷ്ടമാണ് സർക്കാർ ഉണ്ടാക്കിയതെന്നും വെറും പ്രഹസനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും INTUC ജില്ലാ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാളപ്പുഴയും ആരോപിച്ചു. KSEBക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മസ്റ്റർ റോളിൽ അവരുടെ പെർമനൻ്റായ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ, ഒരു ജീവനക്കാരനെയും കൂടെ വിടണമായിരുന്നു. അപ്പോൾ ഇവരവിടെ നടത്തിയത് ഒരു നാടകമാണ്. KSEB പോയി എന്ന് വരുത്താൻ. അപ്പോൾ വേറെ പല വകുപ്പിലും അവരെ തടഞ്ഞാൽ അവർക്ക് കേസെടുപ്പിക്കാൻ കഴിയുമായിരുന്നു. മറ്റ് ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് KSEBക്ക് അനുകൂലമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ 2 കരാർ തൊഴിലാളികളെ അവിടെ വിട്ട് ഒരു പ്രഹസനം മാത്രമാണ്. ഇത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ KSEBക്ക് ആത്മാർത്ഥതയില്ല. KSEB മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. പിണറായി വിജയന് തന്നെ ആത്മാർത്ഥതയില്ലെന്നുള്ളത് നേരത്തെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. മണിയാറിന് പിന്നാലെ സമീപത്തെ മറ്റ് സ്വകാര്യ പദ്ധതികളായ കാരിക്കയം, അള്ളുങ്കൽ എന്നിവയും കാലാവധി കഴിയുമ്പോൾ ബോർഡിന് സ്വന്തമായാൽ വൈദ്യുതോൽപാദനത്തിൽ KSEBക്ക് വലിയ ലാഭമുണ്ടാകും. നിലവിൽ സ്വകാര്യ കമ്പനിയുടെ നിയമപോരാട്ട ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും വൈദ്യുതി പ്രതിസന്ധിക്ക് മണിയാർ ഒരു വലിയ ആശ്വാസം. 4 വയസ്സ് പൂർത്തിയാക്കും മുൻപ് വേമ്പനാട് കായൽ നീന്തിക്കടന്ന് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് കോട്ടയത്ത്. ചിങ്ങവനത്ത് താമസിക്കുന്ന കൊട്ടാരക്കര സ്വദേശി കൃഷ്ണകുമാറിന്റെയും ക്രിസ്റ്റീനയുടെയും മകൾ എസ്തറാണ് ആ നേട്ടത്തിനുടമ. 2.5 വയസ്സുള്ളപ്പോൾ എസ്തർ നീന്തൽ പരിശീലിച്ചു തുടങ്ങിയതാണ്. എസ്തറിന്റെ വിശേഷങ്ങളിലേക്ക്.
വേമ്പനാട്ട് കായലിൽ 5.5 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ 22 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടാണ് എസ്തർ എന്ന ചിന്നു നീന്തിക്കടന്നത്. ഇത്രയും ദൂരം ഈ സമയത്തിനുള്ളിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന റെക്കോർഡാണ് എസ്തർ സ്വന്തം പേരിലാക്കിയത്. ഇതിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ വിവിധ ബഹുമതികൾക്ക് ഈ കൊച്ചുമിടുക്കി അർഹയായി. ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ട്, മുഹമ്മദ് ഷബിൻ എന്നാണ് പേര്. അദ്ദേഹം പോലീസിലാണ്, സ്ക്യൂബ ഡൈവറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു അമ്പലക്കുളമുണ്ട്. അപ്പോൾ അവിടെ പോയി നീന്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ മീനച്ചിലാറിൻ്റെ തന്നെ പേരൂർ തൂക്കുപാലം ഉണ്ടല്ലോ, തൂക്കുപാലത്തിൻ്റെ അവിടെ കടവിലൊക്കെ ഞങ്ങൾ പോയി പിള്ളേരെ എല്ലാം വെള്ളത്തിലാക്കുന്ന കൂട്ടത്തിൽ ഇവളെയും വെള്ളത്തിലൊക്കെ ഇറക്കി. അങ്ങനെ പേടി എന്ന് പറയുന്ന അവർക്ക് ഇല്ലായിരുന്നു. മുൻപ് അഷ്ടമുടിക്കായൽ 2.5 കിലോമീറ്റർ ദൂരം നീന്തി കടന്നിട്ടുണ്ട് എസ്തർ. 2.5 വയസ്സുള്ളപ്പോൾ കോട്ടയം താഴത്തങ്ങാടിയിലെ JRS സ്വിമ്മിംഗ് അക്കാദമിയിലെ പരിശീലകനായ അബ്ദുൽ കലാം ആസാദിന് കീഴിലാണ് എസ്തർ നീന്തലിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഹൈപ്പർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊണ്ട് ചേർത്തതാണ്. പിന്നെ അത് കൂടുതൽ നേട്ടങ്ങളിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഇവിടെ അഷ്ടമുടിയിലും വൈക്കം കായലും വേമ്പനാട്ട് ടു വൈക്കം 5.5 കിലോമീറ്റർ നീന്താനൊക്കെ ഇടയായി. നീന്തൽ പഠിക്കാൻ അയക്കുമ്പോൾ മകൾ റെക്കോർഡ് സ്വന്തമാക്കുമെന്ന ചിന്ത കൃഷ്ണകുമാറിനും ക്രിസ്റ്റീനയ്ക്കും ഇല്ലായിരുന്നു. എന്നാൽ ഇനി കൂടുതൽ പരിശീലനം നൽകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അതേസമയം ഭാവിയെക്കുറിച്ച് എസ്തർ എന്ന ചിന്നുവിന് ചില കാഴ്ചപ്പാടുകളൊക്കെയുണ്ട്. ഏതായാലും ഇനിയും നീന്തൽ തുടരണം എന്ന ആഗ്രഹം ചിന്നുവിനും മാതാപിതാക്കൾക്കും ഉണ്ട്. എന്നെ കൂടാതില്ലല്ലോ അമൃത ന്യൂസ്, കോട്ടയം. പാചകവാതക വില കൂട്ടിയതോടെ ചെറുകിട ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. വില കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ബുധനാഴ്ച എന്തായാലും കടകൾ അടച്ച് പ്രതിഷേധിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയതിലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നിരിക്കുകയാണ്. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ മികവിൽ വീണ്ടും ശ്രദ്ധേയ നേട്ടവുമായി തമിഴ്നാട് പുതുച്ചേരി അമൃത വിദ്യാലയങ്ങൾ. മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ വിദ്യാഭ്യാസം നൽകുന്ന അമൃത വിദ്യാലയങ്ങൾ ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 100% വിജയം സ്വന്തമാക്കി. ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങളും കായിക രംഗത്തെ നേട്ടങ്ങളും അമൃത വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദർശനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തമിഴ്നാട് പുതുച്ചേരി മേഖലകളിലെ അമൃത വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ മികവിൽ മാതൃകയാകുന്നത്. മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ പഠന രീതിയിലൂടെ പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായി അമൃത വിദ്യാലയങ്ങൾ മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ അമൃത സ്കൂളുകൾക്ക് കഴിയുന്നു. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ അമൃത വിദ്യാലയങ്ങൾ 100% വിജയം കൈവരിച്ചു. എല്ലാ അമൃത വിദ്യാലയവും 100% വിജയം കൈവരിച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്ന സ്കോർ വന്നിട്ടുള്ളത് ചെന്നൈയിൽ നിന്നാണ്. 498, അതായത് 98.8% വാങ്ങി ഒരു കുട്ടി ഏറ്റവും ഉന്നതമായ സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ സ്കോർ വന്നിരിക്കുന്നത് അമൃത വിദ്യാലയം തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. അത് 491 മാർക്കാണ്, 98.2%. ഇത് അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. അതോടൊപ്പം എല്ലാ സ്കൂളിലും പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു റിസൾട്ട് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സയൻസ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ സജ്ജീകരിച്ച ആധുനിക ലാബുകളും നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയിലൂടെയുള്ള പരിശീലനവും വിദ്യാർത്ഥികളെ ദേശീയ അന്തർദേശീയ തലത്തിൽ മുന്നിലെത്തിക്കുന്നു. രാജ്യത്തെ മുൻനിര 100 സ്കൂളുകളിൽ തിരുച്ചിറപ്പള്ളി അമൃത വിദ്യാലയവും ഇടം നേടിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതുതലമുറ പ്രതിഭകളായി വളരുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. 40,000 കുട്ടികളും ഒരു 2,000-ഓളം ടീച്ചേഴ്സും നമ്മുടെ സ്കൂളുകളിലുണ്ട്. പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് പോലും നമ്മുടെ സ്കൂളിൽ വന്നിട്ട് ആ ഹൈ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ടെക്നോളജിയും എല്ലാം വെച്ചിട്ട് അവർക്കുള്ള നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സംതൃപ്തി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അമ്മയുടെ കാഴ്ചപ്പാടിലൂടെ ആത്മീയ മൂല്യങ്ങളും നൈപുണ്യവും കൂടിച്ചേർന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് അമൃത വിദ്യാലയങ്ങളുടെ പ്രത്യേകത. സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുന്ന സേവന പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാതൃകയാകുന്നു. രാമേശ്വരത്ത് നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ അതിന്റെ തെളിവാണ്.
പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സഹാനുഭൂതിയോടെ നല്ല മനുഷ്യരായി വളരാൻ ഈ വിദ്യാഭ്യാസം വഴിയൊരുക്കുന്നു. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ വളരെയധികം പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്നുണ്ട്. അവരെ സാമ്പത്തികമായി എങ്ങനെ സഹായിക്കാം എന്ന നിലയിൽ അമ്മയുടെ കുട്ടികൾ വളരെയധികം ചിന്തിച്ച് ആൽഗെ വിഭാഗത്തിലുള്ള സീവീഡ്സ് എങ്ങനെ ശേഖരിച്ച് ഉണക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് അതുകൊണ്ട് അച്ചാറുകളും സോപ്പുകളും അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, അറിവ് മാത്രമല്ല, ജോലി മാത്രമല്ല, അതിൽ കൂടെ ഒരു മനുഷ്യനെ എങ്ങനെ ഒരു മനുഷ്യനാക്കി മാറ്റാം, ആ ഒരു വിദ്യാഭ്യാസം കൂടി അമ്മ നമുക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരുണ്യം, സ്നേഹം, ഇതെല്ലാം വരുന്ന തലമുറയിലേക്കും ഈ കുട്ടികളിൽ കൂടെ നമുക്ക് അടുത്തൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. നാഗപട്ടണം ജില്ലയിലെ CBSE സ്കൂളുകളിൽ അമൃത വിദ്യാലയം മികച്ച വിജയം നേടി ജില്ലയിൽ ഒന്നാമതായി എന്നതും എടുത്തു പറയേണ്ട നേട്ടങ്ങളുടെ പട്ടികയിലൊന്നാണ്. പഠന മികവിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും 40 ഏക്കറോളം വരുന്ന ഈ സ്കൂൾ ക്യാമ്പസ് ദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. തൊഴിലിനോടൊപ്പം പഠനം എന്ന ആശയവും അമൃത വിദ്യാലയങ്ങൾ പ്രായോഗികമാക്കുന്നു. സോഹോ കോർപ്പറേഷൻ ഉൾപ്പെടെ IT രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച വിദ്യാർത്ഥികൾക്ക് ഭാവി തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിച്ച പാഠ്യപദ്ധതികളും നീറ്റ്, JEE തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള പ്രാഥമിക പരിശീലനവും വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കായിക രംഗത്തും ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച അമൃത വിദ്യാലയങ്ങൾ മുന്നേറുകയാണ്. വിദ്യാഭ്യാസ മികവും മൂല്യാധിഷ്ഠിത പഠനവും കൂട്ടിച്ചേർത്ത പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്ന അമൃത വിദ്യാലയങ്ങൾ മാതൃകയായി മാറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ അമ്മയുടെ കാഴ്ചപ്പാടുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. കുട്ടികളിലെ സർഗവാസനകളും ആത്മീയ അറിവുകളും വളർത്തിയെടുക്കുന്നതിനായി വിസ്മയ 2026 സമ്മർ ക്യാമ്പിന് കൊല്ലം അമൃതപുരിയിൽ തുടക്കമായി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃത സർവകലാശാലയാണ് കുട്ടികൾക്കായി സൗജന്യ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയത്തിലൂടെ വിജ്ഞാനവും വിനോദവും കോർത്തിണക്കിയാണ് കുട്ടികൾക്കായി ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. 9 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് അമൃത സർവകലാശാല വിസ്മയ 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കുട്ടികൾ തന്നെ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഡീൻ പ്രൊഫസർ U കൃഷ്ണകുമാർ, പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ബ്രഹ്മചാരി DS ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ഈ സഹവാസ ക്യാമ്പ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പിന്റെ 5ാം പതിപ്പാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള 500-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളിലെ സർഗവാസനയും വ്യക്തിത്വ വികസനവും ലക്ഷ്യമിട്ട് വിവിധ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 500-ലധികം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ 5 ദിവസത്തെ ഈ ക്യാമ്പിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം, അതായത് മെയ് 1 മുതൽ തുടങ്ങി മെയ് 5-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത്. ഇത് അമ്മയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേനൽക്കാല ഉല്ലാസ ക്യാമ്പാണ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വിവിധ തരത്തിലുള്ള കളികൾ, കുട്ടികൾക്ക് വേണ്ട വ്യക്തിത്വ വികാസന ക്ലാസുകൾ, അതേപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ഉദാഹരണമായിട്ട് ക്ലേ മോഡലിംഗ്, അതുപോലെ അവർക്ക് മൈം പഠിപ്പിക്കുക, അങ്ങനെ വിവിധ തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശാസ്ത്രപരിചയം, സാംസ്കാരിക മൂല്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ എല്ലാം ഒരുമിക്കുന്ന വേദി. അർത്ഥവത്തായ രീതിയിൽ വേനലവധിയെ പഠനവും വിനോദവും ചേർത്ത് ആഘോഷമാക്കുകയാണ് അമൃതപുരി ക്യാമ്പസ്. മെയ് 5-ന് വിസ്മയ 2026 സമ്മർ ക്യാമ്പ് സമാപിക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളും അറിവുകളും നിറഞ്ഞ ഒരു മറക്കാനാവാത്ത അവധിക്കാലമായിരിക്കും ക്യാമ്പ് സമ്മാനിക്കുക. അമൃത ന്യൂസ്, കൊല്ലം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിച്ചിരുന്നെങ്കിലും അവസാന ദിവസമുണ്ടായ വിൽപ്പന വിപണിയെ നഷ്ടത്തിലാക്കി. 24,000 എന്ന നിലവാരത്തിന് താഴെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിംഗ് ഓഹരികളിലും വിൽപ്പന സമ്മർദ്ദം തുടർന്നു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണിയെ സ്വാധീനിക്കാനായില്ല. പ്രവർത്തന ഫലങ്ങൾ പലതും മികച്ചതായിരുന്നെങ്കിൽ കൂടിയും ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമല്ലാത്തത് ആഗോള വിപണികളിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പന ഒരു പരിധിവരെ നമ്മുടെ വിപണിയെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കൽ വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. എങ്കിൽ കൂടിയും പൊതുവെ
ഏപ്രിൽ മാസത്തെ വിപണിയുടെ നിലവാരം നോക്കുമ്പോൾ ഒരു മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു മാസം വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത്. കഴിഞ്ഞ മാസം മാർച്ചിലുണ്ടായ 11% പൊതുവെ ഉണ്ടായിട്ടുള്ള വീഴ്ചയിൽ നിന്നും ഏതാണ്ട് ഒരു 7% കരകയറാൻ വിപണിക്കായി എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇറാനും US തമ്മിലുള്ള സമാധാന ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയും വരും ദിവസങ്ങളിൽ പൂർണ്ണമായും വെടിനിർത്തൽ ഉണ്ടായേക്കുമെന്നും പുതിയ കരാർ നിലവിൽ വന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയെല്ലാം നിലനിൽക്കുന്നത് വരുന്ന ആഴ്ചയിൽ വിപണി നിക്ഷേപ താല്പര്യം തുടരാനിടയാക്കും. എന്നാൽ എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കുതിപ്പാണ് കഴിഞ്ഞ ആഴ്ച വിപണിയെ കൂടുതൽ നഷ്ടത്തിലേക്കാക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിച്ചത്. $120 വരെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു നിലവാരത്തിൽ നിന്നും എണ്ണവില താഴേക്ക് നീങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ വിപണിക്ക് പ്രോത്സാഹനമാവുകയും ചെയ്യും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിൽ വിപണിയെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന ആഭ്യന്തര ഘടകം. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നത് ഒരു പരിധിവരെ വിപണിക്ക് പ്രോത്സാഹനമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ വിപണിയിൽ ഒരു വിൽപ്പന ഉണ്ടാവുകയാണെങ്കിൽ, ഒരു തിരുത്തൽ ഉണ്ടാവുകയാണെങ്കിൽ അത് തികച്ചും ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. എന്തായാലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുന്നു. ആ വിൽപ്പനയുടെ തോത് ഒന്ന് കുറഞ്ഞാൽ തന്നെ അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രേരകമാവുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. അടുത്ത ആഴ്ചയിൽ വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നന്ദി ശ്രീധലി. ബലാത്സംഗത്തിനിരയായവർക്ക് 24 ആഴ്ച കഴിഞ്ഞാലും ഗർഭഛിദ്രം അനുവദിക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിപ്ലവകരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ഈ ആഴ്ച വനിതാ ജംഗ്ഷനിൽ ഈ വിഷയം പരിശോധിക്കുന്നു. കാണാം. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 24 ആഴ്ച കഴിഞ്ഞാലും ഗർഭഛിദ്രം അനുവദിക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിപ്ലവകരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. രാജ്യത്ത് നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഗർഭഛിദ്രത്തിന് സമയപരിധി നിശ്ചയിക്കരുതെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് ഉള്ളതാകണം നിയമങ്ങളെന്നുമാണ് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അഖില സൂചിപ്പിച്ചതുപോലെ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമാണ്, ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീ, അത് അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിൻ്റെ ആഘാതം ഒന്നുകൂടി ഇരട്ടിപ്പിക്കുന്നതാണ് അവർ ഈ ഗർഭിണിയാവുക എന്നുകൂടി ചെയ്യുമ്പോൾ. അപ്പോൾ അവരുടെ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് അത് കാലങ്ങളോളം നിലനിൽക്കും. തങ്ങളുടേതല്ലാത്തൊരു കുറ്റം കൊണ്ട് ബലാത്സംഗത്തിന് ഇരയായി, പക്ഷേ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു അടയാളം എന്ന പോലെ ഇത്തരത്തിൽ ഗർഭം പേറി ജീവിക്കേണ്ടി വരിക, അതിൽ നിന്ന് പിന്നീട് ഒരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അവരോടുള്ളൊരു നീതി നിഷേധം തന്നെയാണ്. അതിന് ഈ നിയമം കൂടി തടസ്സമാകുമ്പോൾ തീർച്ചയായും അവർക്ക് ലഭിക്കേണ്ട നീതി കൂടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വളരെ ഒരു മികച്ച, അവരുടെ ആരോഗ്യവും മാനസികാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മികച്ച തീരുമാനം, അതൊരു നിർദ്ദേശം ആയി വേണ്ടേ നമ്മൾ കാണാൻ. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു, കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അത് പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് മായ സൂചിപ്പിച്ച പോലെ തന്നെ ശാരീരികമായി മാനസികമായി തീരെ തകർന്നൊരവസ്ഥയിലായിരിക്കും. ഇപ്പോൾ പരാമർശം ഉണ്ടായത് പോലും 15 വയസ്സായ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. 15 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഞ്ഞാണ്. ഡൽഹി എയിംസ് ആണ് ഇതിന് മറുഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഡൽഹി എയിംസ് പറയുന്നത് കുട്ടി, ഈ അമ്മയ്ക്ക്, അതായത് അതിജീവിതയായ ആ പെൺകുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരുപക്ഷെ 24 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊരു ഗർഭഛിദ്രത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ എന്നാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഇത്തരം ഇടപെടലുകൾ വലിയ പങ്ക് നമ്മുടെ കാലത്ത്, അതായത് കഴിഞ്ഞ ഈ ഒരു 2024, 2025, 2026 ഈ 3 വർഷം പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എല്ലാം ചെറിയ കുട്ടികളാണ്. 15 വയസ്സ്, 14 വയസ്സ്, അല്ലെങ്കിൽ 22 വയസ്സ്, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്തരമുള്ളൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഇടപെടൽ വേണം എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യം പരിഗണിക്കണം, ശാരീരികമായും മാനസികമായുള്ള അവസ്ഥ പരിഗണിക്കണം, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. ഒരു നിയമം എന്നുള്ളതൊരു സാങ്കേതിക കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവരുടെ അവസ്ഥ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ ഈ ഗർഭാവസ്ഥയുടെ കാലയളവ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ 3 തരത്തിലാണ് ഈ നിയമങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അതായത് 20 ആഴ്ച വരെയുള്ള ഗർഭത്തിന്
ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഡോക്ടറുടെ ഒരു ആരോഗ്യപരമായ നിർദ്ദേശം അനുസരിച്ച് ഗർഭചിത്രം നടത്താമെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നത്. അതുപോലെ തന്നെ 20 മുതൽ 24 ആഴ്ച വരെയുള്ളത്, അതായത് പ്രത്യേക സാഹചര്യങ്ങളിലാണ് 20 മുതൽ 24 ആഴ്ച എന്ന് പറയുന്നത്. അത് ബലാത്സംഗം പോലെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർ, ശാരീരികമായി ചില അവശതകളുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, മാനസിക വൈകല്യമുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വിവാഹമോചനം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അവസ്ഥകളൊക്കെ ആണെങ്കിൽ 2 ഡോക്ടർമാരുടെ അനുമതി വേണം ഗർഭചിത്രം നടത്താൻ എന്നാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചു വന്ന കാര്യത്തിൽ 24 ആഴ്ചയ്ക്ക് ശേഷം, അതായത് ഭ്രൂണത്തിന് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ വൈകല്യം അങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ടല്ലോ, ഒരു പക്ഷേ അവസാനത്തെ സ്കാനിങ്ങിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെ വൈകല്യമുണ്ട് എന്ന് സംസ്ഥാന തലത്തിൽ മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ച് അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ മാത്രമാണ് നിലവിൽ ഇത് അനുവദിക്കുക. പിന്നെ ഒപ്പം അവിവാഹിതരായ സ്ത്രീകൾക്ക് പ്രത്യേക അവകാശങ്ങളുമൊക്കെ നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട്. 2021 ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ MPT ആക്ട് ഭേദഗതി ചെയ്തത് 2021 ഈ 2021 ഭേദഗതിക്ക് ശേഷം വിവാഹിതരായ സ്ത്രീകൾക്ക് നൽകുന്ന അതേ അവകാശം അവിവാഹിതരായ സ്ത്രീകൾക്കും നൽകിയിരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് ഗർഭനിരോധന മാർഗ്ഗങ്ങളിലൂടെ ചില ഗർഭനിരോധന മാർഗ്ഗങ്ങളൊക്കെ ഒരു പക്ഷേ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് 20 ആഴ്ച വരെ നിയമപരമായി തന്നെ ഗർഭചിത്രം നടത്താം എന്നുള്ളതാണ് നമ്മുടെ നാട് അനുവദിക്കുന്ന നിയമം. അങ്ങനെ നോക്കുമ്പോൾ രാജ്യം അനുവദിക്കുന്ന നിയമങ്ങൾക്ക് കുറച്ചുകൂടി, അതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്, നമ്മുടെ രാജ്യം ആവശ്യമായ പിന്തുണ ഈ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ നിയമങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ടോ അത് പരിശോധിക്കണമെന്നാണ്. അപ്പോൾ ഡൽഹി എയിംസ് അടക്കമുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന ആശുപത്രികൾ ഒരുപക്ഷെ അവരുടെ ഒരു കൗൺസിലൊക്കെ ഉണ്ടാക്കി ഇതിന് ആവശ്യമായ നിയമ സാധുതകളൊക്കെ പരിശോധിച്ച് നിയമ നടപടികളൊക്കെ എടുക്കാൻ കഴിയുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. IPL രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് 7 വിക്കറ്റ് ജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 225 റൺസാണ് നേടിയത്. 50 പന്തിൽ 90 റൺസ് എടുത്ത റിയാൻ പരാഗാണ് ടോപ്പ് സ്കോറർ. പിന്നാലെ ബാറ്റിംഗിനെത്തിയ ഡൽഹിയെ KL രാഹുലിന്റെ ഇന്നിംഗ്സാണ് വിജയം സമ്മാനിച്ചത്. പദം നിസംഗയും 33 പന്തിൽ 62 റൺസ് നേടിയതോടെ ഡൽഹി 19.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്നത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ്. 6 പോയിന്റുമായി പട്ടികയിൽ 6ാമതാണ് ചെന്നൈ. 2 കളികളിൽ മാത്രം വിജയിച്ച മുംബൈ 9ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം മുംബൈക്ക് വിജയിക്കേണ്ടത് അനിവാര്യമാണ്. രാത്രി 7:30 മുതൽ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി മറക്കാതെ കാണുക അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ. നമസ്കാരം.